എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു നിമിഷം ഉള്ള നിങ്ങളുടെ എനർജി അത് എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു നിമിഷം എന്ന് പറയുമ്പോഴും ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്തുള്ള നിങ്ങളുടെ എനർജി എന്തായിരിക്കും എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസൊനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇതിലൊരു സന്ദേശം ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കുക. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതായത് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ കുറേ നാളായിട്ടുണ്ടാവാം നിങ്ങൾ പുറത്ത് പോകുകയെന്ന് വെച്ചാൽ പുറത്ത് പോവില്ല എന്നല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരിടത്ത് ഇങ്ങനെ യാത്രകൾ പോവുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നുണ്ടാവില്ല. മേ ബി നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് ബിസി ആയിരിക്കാം, ഇപ്പോൾ വളരെ ബിസി ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് യാത്രകൾ പോകാൻ സാധിക്കാത്തത് കാരണം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യാത്രകൾ പോകാൻ സാധിക്കാത്തത് കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ അത്രത്തോളം ബിസി ആയിപ്പോയി. കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് കാരണം നിങ്ങൾക്ക് കുറച്ച് ദേഷ്യമുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എത്ര നാളായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് പുറത്തൊക്കെ ഒന്ന് പോകണം, എനിക്കിഷ്ടമുള്ള കുറച്ച് സ്ഥലങ്ങൾ പോയി കാണണം എന്നൊക്കെ എത്ര നാളുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്. എപ്പോഴൊക്കെ അങ്ങനെ വിചാരിക്കുമ്പോഴും എനിക്കത് സാധിക്കാറില്ല. വെറുതെ ചിന്തിക്കുക മാത്രമേ ഉള്ളൂ, എനിക്ക് പോകാനേ സാധിക്കാറില്ല. സമയം കിട്ടുന്നില്ല ഒന്ന് പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും എനിക്ക് സമയം കിട്ടുന്നില്ല. ഒക്കെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരോടെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരിക്കാം. അതായത് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് യാത്ര പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര പോകുന്നുണ്ടായിരിക്കാം. ഒന്നിൽ കൂടുതൽ സ്ഥലത്തേക്ക് മേ ബി നിങ്ങൾ യാത്ര പോകുന്നുണ്ടായിരിക്കാം. അത് കാരണം മേ ബി നിങ്ങൾ സന്തോഷത്തിലായിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ റെസൊനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പുറത്ത് പോകാൻ കഴിയാത്തത് കാരണം, യാത്രകൾ പോകാൻ കഴിയാത്തത് കാരണം നിങ്ങൾ ദേഷ്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ വിഷമത്തിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ യാത്ര പോകുന്നുണ്ടായിരിക്കാം. ആ ഒരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സന്തോഷത്തിലായിരിക്കാം നിങ്ങൾ. ഇനി പോകാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷമത്തിലായിരിക്കാം നിങ്ങൾ. മേ ബി ഇപ്പോൾ നിങ്ങൾ വിഷമത്തിലാണെങ്കിലും മേ ബി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി ഇപ്പോൾ നിങ്ങൾ വിഷമത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, നിങ്ങൾ ബിസി ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി സമയം കിട്ടും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നുണ്ടായിരിക്കാം, ഇപ്പം സമയം കിട്ടുന്നില്ല, സാരമില്ല പോട്ടെ,
എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് ഞാൻ യാത്ര പോകും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരോടെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ മേ ബി നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയമായിരിക്കാം, പുറത്തു പോകാനൊക്കെ തീരുമാനിച്ചിരുന്ന സമയമായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്ക് പുറത്തു പോകാൻ സാധിച്ചില്ല. അതായത് പുറത്തു പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ടോ പുറത്തു പോകാൻ സാധിച്ചില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ബിസി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരുന്നിട്ടും നിങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു ദേഷ്യം നിങ്ങൾക്കുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷമമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എനിക്കിവിടെ ഒത്തിരി മെസ്സേജസ് ലഭിക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി മെസ്സേജസ് ലഭിക്കുന്നുണ്ട്. യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് മെസ്സേജസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതാണോ റെസനേറ്റ് ആവുന്നത്, നിങ്ങളുടെ കറണ്ട് എനർജിയായിട്ട് നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കുക. എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ എനർജി, ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ വേഗത്തിലുള്ള ഒരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അത് ഞാൻ ഈ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഒരു വേഗത എനിക്ക് നിങ്ങളുടെ എനർജിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജിയിൽ വളരെയധികം വേഗത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. റീഡിങ്ങിൻ്റെ തുടക്കം മുതലേ ആ ഒരു വേഗത എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ആ ഒരു വേഗത എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു എനർജിയുടെ വേഗത എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. മേ ബി ഞാൻ ഈ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആ ഒരു വേഗതയുടെ കാര്യം മേ ബി മനസ്സിലാകുന്നുണ്ടായിരിക്കാം. എന്തായാലും എനിക്ക് ആ ഒരു എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ ബിസി ആയിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചുമ്മാ ഇരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കാം. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു നിമിഷം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. അതായത് എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഈ റീഡിംഗ് കാണുന്ന സമയത്തുള്ള നിങ്ങളുടെ എനർജി അങ്ങനെ ആയിരിക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി അങ്ങനെ ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. കാരണം ന്യൂ ബിഗിനിങ് എന്നുള്ള ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതായത് ഒരു മാറ്റം, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ ഒരു നല്ല മാറ്റം ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും, പക്ഷേ എങ്കിലും അതിലൊരു നല്ല മാറ്റം ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകണം, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റം ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു നല്ല മാറ്റം ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലോ കരിയറിലോ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണമെന്ന്, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകണമെന്നൊക്കെ. പക്ഷേ ആ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ടായിരിക്കാം. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല, പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് മാറ്റങ്ങൾ ഉണ്ടാകണം, മാറ്റങ്ങൾ വളരെ നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന സമയത്തും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലോ കരിയറിലോ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ മാറ്റം സംഭവിച്ചു, ഇത്ര പെട്ടെന്ന് ഈ മാറ്റം വേണ്ടായിരുന്നു എന്നും നിങ്ങൾ ചിന്തിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതും നിങ്ങളാണ്, പക്ഷെ മാറ്റം ഉണ്ടായപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ ഒരു മാറ്റം വേണ്ടായിരുന്നു എന്നും മേ ബി നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവും എന്ന് എനിക്കറിയില്ല. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങളിപ്പോൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനിയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, മേ ബി നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം.
അതായത് ഈ റീഡിംഗ് കാണുന്ന സമയത്ത് പോലും നിങ്ങൾ ഏതോ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. മേ ബി അത് നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ഈ റീഡിങ്ങിൽ പറയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെക്കുറിച്ച് ഞാൻ പറയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ്, ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ആ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും ഈ ഒരു നിമിഷം ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു സമയത്ത് മേ ബി നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ ആ സിറ്റുവേഷനെക്കുറിച്ചോ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി നിങ്ങളിപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനോട് പിണക്കത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരോടെങ്കിലും നിങ്ങളിപ്പോൾ പിണക്കത്തിലാണെങ്കിൽ, ഈ റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളിപ്പോൾ പിണക്കത്തിലാണെങ്കിൽ, നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അല്ലാതെ നിങ്ങൾ പിണക്കത്തിലാണെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരോടെങ്കിലും നിങ്ങളിപ്പോൾ പിണക്കത്തിലാണെങ്കിൽ അവരോട് ഞാൻ സംസാരിക്കണോ, അതായത് നിങ്ങൾ പോയി സംസാരിക്കണമോ അല്ലെങ്കിൽ അവർ എന്നോട് വന്ന് സംസാരിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തി ഇതുവരെ എന്തുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാത്തത്, നിങ്ങളുടെ സുഹൃത്ത് എന്താണ് സംസാരിക്കാത്തത്, എന്നോടുള്ള പിണക്കം മാറിയില്ലേ, അതായത് നിങ്ങളോടുള്ള പിണക്കം മാറിയില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരോടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പിണക്കമുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കണമോ അതോ ഇനി എന്നോട് വന്ന് സംസാരിക്കുമോ, എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാത്തത്, എന്നോടുള്ള പിണക്കം മാറിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എങ്കിൽ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമോ, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആരോടെങ്കിലും പിണക്കത്തിലാണെങ്കിൽ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരോടെങ്കിലും നിങ്ങളിപ്പോൾ ചെറിയൊരു പിണക്കത്തിലാണെങ്കിൽ, ചെറിയൊരു പിണക്കമാണ് കേട്ടോ, അങ്ങനെ ചെറിയൊരു പിണക്കത്തിലാണെങ്കിൽ അവർ നിങ്ങളോട് വന്ന് സംസാരിക്കുമോ അതോ അല്ല നിങ്ങളിനി അവരോട് സംസാരിക്കണമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, മേ ബി ഇന്ന് നിങ്ങളുടെ ജന്മദിനമായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും സമ്മാനം തരുന്ന, മുടങ്ങാതെ സമ്മാനം തരുന്ന, അതായത് മുടങ്ങാതെ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടെങ്കിൽ, ഇപ്രാവശ്യം ആ സുഹൃത്ത് നിങ്ങൾക്ക് സമ്മാനം തന്നിട്ടുണ്ടായിരിക്കില്ല. അത് കാരണം നിങ്ങൾ മേ ബി ആ സുഹൃത്തിനോട് പിണക്കത്തിലായിരിക്കാം. സമ്മാനം തന്നില്ല എന്നതിലുപരി മേ ബി നിങ്ങളുടെ ജന്മദിനമാണെന്ന് ആ വ്യക്തി മറന്നിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ സുഹൃത്ത് മറന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആ വ്യക്തി മറന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യം. അത് നിങ്ങൾക്ക് വളരെ വിഷമമായി, അത് കാരണം നിങ്ങൾക്ക് ദേഷ്യമായി, അത് കാരണം നിങ്ങൾ ആ വ്യക്തിയോട് പിണങ്ങിയിരിക്കുന്നുണ്ടായിരിക്കാം. മേ ബി നിങ്ങളുടെ ലവറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തി നിങ്ങളുടെ ജന്മദിനം മറന്നു എന്ന് ആലോചിച്ചിട്ട്, ആ മറന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി ജന്മദിനം മറന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും തരുന്നത് പോലെ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടാവില്ല, ഒരു സമ്മാനം തന്നിട്ടുണ്ടാവില്ല. അത് കാരണം നിങ്ങൾ വിഷമത്തിലായിരിക്കാം. ഇനി സമ്മാനമൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ജന്മദിനം മറന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് മേ ബി നിങ്ങൾ ഇച്ചിരി വിഷമത്തിലായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ ചുമ്മാ പറഞ്ഞതായിരിക്കാം കേട്ടോ. മേ ബി ആ പേഴ്സൺ ഓർമ്മയുണ്ടായിരിക്കാം നിങ്ങളുടെ ജന്മദിനമാണ് എന്നുള്ളൊരു കാര്യം ആ പേഴ്സൺ മറന്നിട്ടുണ്ടാവില്ല, വെറുതെ നിങ്ങളെ പറ്റിക്കാൻ പറയുന്നതായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. മേ ബി അത് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം, എന്നിട്ടും നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെറുതെ നിങ്ങളെ പറ്റിക്കാൻ പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് അത് കാരണം ഒത്തിരി വിഷമമായിട്ടുണ്ടാവാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പേഴ്സൺ നിങ്ങൾ വെറുതെ ഒന്ന് പറ്റിക്കാൻ പറഞ്ഞതായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് മേ ബി അത് ഒത്തിരി വിഷമം ഉണ്ടായിട്ടുണ്ടാവാം, അത് കാരണം ഒത്തിരി വിഷമം ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്.
മേ ബി നിങ്ങൾ ആ പേഴ്സണോട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ആ വ്യക്തിയോട് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ വ്യക്തിയെ. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. എനിക്കറിയാം ഒത്തിരി വിഷമമാകും, പറയാൻ എളുപ്പമാണ്, പക്ഷേ ഒത്തിരി വിഷമമാകും എന്നുള്ള കാര്യം എനിക്കറിയാം. മേ ബി ആ പേഴ്സൺ നിങ്ങളെ ഒന്ന് പറ്റിക്കാൻ പറഞ്ഞതായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയിട്ടും ഞാനിങ്ങനെ എടുത്തു പറയാൻ കാരണം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത് റെസൊനേറ്റ് ആവുന്നുണ്ടായിരിക്കാം, ഈ റീഡിങ് കാണുന്ന ആർക്കെങ്കിലും ഇത് റെസൊനേറ്റ് ആവുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിങ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.